ഹലോ, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം തിരുവേരണക്കുളത്ത് പോയപ്പോൾ ആദ്യം പോയത് ചോറ്റാനിക്കരയായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു, കുറേ അയ്യപ്പന്മാരുണ്ടായിരുന്നു അവിടെ. അപ്പം നമ്മൾ അകത്ത് കയറി വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വരണ്ടടാ നമ്മുടെ ആന. ഈ വരുന്ന ആൾക്കൊരു പ്രത്യേകതയുണ്ട്, ഇതൊരു പിടിയാനയാണ്. നമ്മുടെ ചോറ്റാനിക്കര അമ്മയുടെ തിടമ്പെടുക്കുന്നത് പാഞ്ചാലി എന്ന് പറയുന്നൊരു പിടിയാനയാണ്. സീത എന്ന പേരുള്ളൊരു പിടിയാനയായിരുന്നു ഇതിന് മുന്നേ തിടമ്പെടുത്തിരുന്നത്. 50 വർഷമായിട്ട് സീതയായിരുന്നു തിടമ്പെടുത്തിരുന്നത്. പക്ഷേ ഒരു 4 വർഷം മുന്നേ സീതയുടെ വിയോഗത്തിലാണ് നമ്മുടെ പാഞ്ചാലി തിടമ്പെടുത്തത്. അതിനുശേഷം നമ്മൾ നേരെ ആലുവയ്ക്കാണ് വിട്ടത്. ആലുവയിൽ ചെന്നപ്പോൾ അവിടുത്തെ അമ്പലത്തിൻ്റെ പ്രത്യേകതയും കാര്യങ്ങളൊക്കെ മനസ്സിലായത് അവിടെ ചെന്നതിന് ശേഷമാണ്. അങ്ങനെ ഞങ്ങൾ ആലുവ മണപ്പുറത്ത് കൂടി നമ്മുടെ മഹാദേവനെ കയറി കണ്ട് തൊഴുതു. ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങൾ ഈ ക്ഷേത്രത്തിൽ പോകുന്നത്. ഇതാണ് നമ്മുടെ പെരിയാർ. ഈ പെരിയാറിൻ്റെ തീരത്താണ് നമ്മുടെ ആലുവ മണപ്പുറവും നമ്മുടെ ആലുവ ശിവക്ഷേത്രവും. ഇവിടെ നമ്മൾ നന്ദികേശനെ കാണാറുണ്ട്. നന്ദികേശൻ്റെ ചെവിയിൽ ഒരു ചെവി കുത്തിപ്പിടിച്ചിട്ട് മറ്റേ ചെവി കൂടെ നമ്മുടെ ആഗ്രഹവും പ്രാർത്ഥനയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധിച്ചു തരുമെന്നാണ് നമ്മുടെ വിശ്വാസം. അങ്ങനെ ഏട്ടൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. അതിനിടയ്ക്ക് ഇവിടെ അവൻ വലിഞ്ഞേറാവുന്നിടത്തെല്ലാം വലിഞ്ഞു കയറുന്നുണ്ട്. പിന്നെ അവനെയും പിടിച്ചിട്ട് നമ്മൾ പെരിയാറിൻ്റെ തീരത്തേക്ക് പോവുകയാണ്. അതാണ് നമ്മുടെ നന്ദചേച്ചിയുടെ കൈയും പിടിച്ചുകൊണ്ട് പ്രാവിനെയൊക്കെ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ചെറുക്കം നടക്കുകയാണ്. ഇവ ആദ്യമായിട്ടാണ് പ്രാവിനെയും ഒക്കെ കാണുന്നത്. ഇത്രയും പ്രാവിനെയും കൂടെ കണ്ടപ്പോൾ അവനതിനെ പിടിക്കാൻ പോവുകയാണ്. അതിൻ്റെ പിറകെ കിടന്ന് ഓടുക ചെറുക്കൻ. എന്നാൽ പിടിക്കാൻ ചെല്ലുമ്പോൾ അത് പറന്നു പോയി കഴിഞ്ഞാൽ അവന് പേടിയുമാണ്. ഇവിടെ ബലിതർപ്പണം നടത്താറുണ്ട്. അപ്പോൾ ബലിതർപ്പണത്തിൻ്റെ ചോറ് തിന്നാൻ വരുന്നതാണ് പ്രാവുകളൊക്കെ. പണ്ട് നമ്മുടെ ശ്രീരാമൻ തൻ്റെ ജടായുവിനെ അവസാന നിമിഷങ്ങൾ അന്ത്യകർമ്മങ്ങളെല്ലാം ചെയ്തിരുന്നത് ഇവിടെ വെച്ചാണെന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വെച്ച് ബലിതർപ്പണം നടത്തുന്നത് നല്ലതാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിന് മറ്റൊരു പ്രത്യേകത കൊണ്ടുണ്ട്. എന്താ അറിയോ? നമ്മുടെ പരശുരാമൻ 108 ശിവക്ഷേത്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിലൊരു ശിവക്ഷേത്രമാണ് നമ്മുടെ ആലുവ മണപ്പുറത്തെ ഈ ശിവക്ഷേത്രം എന്ന് പറയുന്നത്. പിന്നെയെന്ന് പറയുന്നത് നമ്മുടെ ഈ പെരിയാറില്ല, മഴക്കാലത്ത് ഈ പെരിയാർ നിറഞ്ഞ് കവിഞ്ഞൊഴുകി നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ ആ ശിവലിംഗം മൊത്തം മൂടി നിൽക്കും. അതെന്ന് പറയുന്നത് നമ്മുടെ ക്ഷേത്രത്തിന് ആറാട്ടെന്നാണ് പറയുന്നത്. അത് പ്രകൃതിദത്തമായിട്ട് തന്നെ നടക്കുന്ന ഒരു ഉത്സവമായിട്ടാണ് ഇവർ കാണുന്നത്. ഇപ്പോൾ നമുക്ക് പെരിയാറിലേക്ക് ഡയറക്റ്റ് ഇറങ്ങി കാലൊക്കെ കഴുകി കയറാം. പക്ഷെ മഴ സമയമാകുമ്പോഴത്തേക്കിന് ഈ വെള്ളമെല്ലാം അമ്പലത്തിലേക്ക് കയറി നമ്മുടെ ശിവലിംഗത്തിൻ്റെ പകുതി വരെ മൂടി നിൽക്കുമെന്നാണ് പറയുന്നത്. നമ്മളിതുവരെ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് തന്നെയാണ് ഈ ക്ഷേത്രത്തിൽ വരുന്നത്. നമ്മുടെ ആലുവ മണപ്പുറത്തോടെ നമ്മുടെ ഒരുപാട് ഹാപ്പിയായിട്ട് ഓടി നടന്നൊരു ദിവസമായിരുന്നു ഇന്ന്. അങ്ങനെ ഞങ്ങൾ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തതാണ് കേട്ടോ. വീഡിയോ ആണ് പിന്നെ അറിഞ്ഞത്. നമ്മുടെ ചേട്ടൻ ഫുഡൊക്കെ ഉണ്ടായിക്കൊണ്ട് വന്നായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ട് ഫുഡൊക്കെ കഴിച്ചായിരുന്നു. അവിടുന്ന് നേരെ നമ്മുടെ ശിവപാർവതിമാരെ കാണാനാണ് വന്നത്. കാല് കുത്താൻ സ്ഥലമില്ലായിരുന്നു. ക്ഷേത്രത്തിൻ്റെ തുടക്കം തൊട്ട് ഒടുക്കം വരെയും കച്ചവടക്കാരുടെ ബഹളമായിരുന്നു. എൻ്റെ പൊന്നെ, അവിടുന്ന് ഇവിയൊക്കെ എടുത്തുകൊണ്ട് വരാൻ പാട്, പിള്ളേരല്ലേ. അങ്ങനെ ഞങ്ങൾ പാസ്സൊക്കെ എടുത്തിട്ടാണ് അമ്പലത്തിൽ കയറിയത്. ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ അമ്പലത്തിൽ കയറിയും തൊഴുതിട്ട് ഇറങ്ങി പ്രസാദമൊക്കെ വാങ്ങി പറയൊക്കെ ഇടുകയും ചെയ്തിരുന്നു. പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ, നല്ല ക്യൂ ആയിരുന്നു. കുഞ്ഞുങ്ങളെ കൊണ്ട് കയറുന്നതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവർ ക്യൂ നിന്നിട്ട് അവരടുത്തെത്താറാകുമ്പോൾ നമ്മളെ അതിലേക്ക് കയറ്റിവിടുകയാണ് ചെയ്തത്. അവലും അരവണയും അടയായിരുന്നു ഇവിടുത്തെ പ്രസാദം. പക്ഷെ അട കിട്ടിയില്ല. അങ്ങനെ അരവണയും അവലും വാങ്ങിച്ച് ഞങ്ങൾ മഞ്ഞൾപ്പറയാണ് ഇട്ടത്. ശിവപാർവതിമാരെ ഇവിടെ ഇരിക്കുന്നതെങ്കിലും നമ്മുടെ പാർവതി ദേവിയെ കാണാനാണ് ഈ ലക്ഷക്കണക്കിന് ആളുകൾ വന്ന് തടിച്ചു കൂടുന്നത്. അങ്ങനെ ഞങ്ങൾ നല്ല പോലെ ശിവപാർവതിമാരെ കണ്ട് തൊഴുതു. അച്ഛയും ഇവയും കൂടെ ചേർന്ന് പ്രാർത്ഥിച്ച് മഞ്ഞൾപ്പറയൊക്കെ ഇട്ടു. ഇതുപോലത്തുള്ള കാര്യങ്ങൾക്കെല്ലാം കുഞ്ഞ് നിർബന്ധമൊന്നും കാണിക്കാതെ നല്ല കുഞ്ഞായിട്ട് ഇന്ന് ഇട്ടോളും കേട്ടോ. ഈ 12 ദിവസത്തേക്കാണ് പിണങ്ങിപ്പോയ നമ്മുടെ പാർവതി ദേവി മഹാദേവനെയും ഇവിടുത്തെ ഭക്തജനങ്ങളെയൊക്കെ കാണാൻ വരുന്നത്. പക്ഷെ ദിവസങ്ങൾ കഴിയുന്തോറും നമ്മുടെ ഭഗവാന്റെ മുഖത്ത് ആ ഒരു സങ്കടം കാണുമെന്നാണ് പറയുന്നത്. കാരണം ഈ 12 ദിവസം കഴിഞ്ഞാൽ പാർവതി ദേവി തിരികെ പോവുമല്ലോ. അങ്ങനെ ഞങ്ങൾ തൊഴുതിറങ്ങി. ഇവിടെയൊക്കെ കണ്ണിൽ നിന്ന് ഈ കച്ചവടക്കാരെയൊക്കെ ഒന്ന് ഒളിപ്പിച്ചു കൊണ്ട് നടന്നപ്പോഴതുണ്ട് എവിടെ നോക്കിയാലും കച്ചവടക്കാരായിരുന്നു. അങ്ങനെ ഞങ്ങൾ കഞ്ഞി കുടിക്കാനായിട്ട് പോവുകയാണ്.
അങ്ങനെ അടിപൊളി കഞ്ഞിയായിരുന്നു, കഞ്ഞിയും കറിയും. അങ്ങനെ അതൊക്കെ കഴിച്ചു. എന്തോരം കച്ചവടക്കാരല്ലേ ഇവിടെ ഉള്ളത്. ചെറിയ രീതിയിൽ ഇവയ്ക്ക് കളിപ്പാട്ടം കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുത്തു. അത് നിർബന്ധമൊന്നുമില്ലായിരുന്നു. അവ ഓടി നടന്ന് ഏതെടുക്കണമെന്ന് അറിയാൻ മേത്ത അവസ്ഥയായിരുന്നു. എല്ലാം കഴിഞ്ഞ് കുഞ്ഞിന് ഭയങ്കര ക്ഷീണമായിരുന്നു, ഉറക്കക്ഷീണമാണ് കേട്ടോ. പക്ഷെ അവൻ ഉറങ്ങിയൊക്കെ ചെയ്തായിരുന്നു. നന്ദ ചേച്ചി ഉണ്ടായതുകൊണ്ട് കുഞ്ഞ് ഇടയ്ക്ക് ഞങ്ങളടുത്തിരിക്കും, അത് കഴിഞ്ഞ് നന്ദ ചേച്ചിയുടെ അടുത്തൊക്കെ പോയിരിക്കും. അതാണ് കേട്ടോ നമ്മുടെ ഫാമിലി. അവിടെ നിന്ന് നേരെ നമ്മൾ അമ്പലപ്പുഴയ്ക്കാണ് പോയത്. എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല, നല്ല ഭംഗിയായിരുന്നു നമ്മുടെ ഉണ്ണിക്കണ്ണനെ കാണാനും ക്ഷേത്രം കാണാനും ഒക്കെ. അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അമ്പലപ്പുഴ പാട്ടും അമ്പലപ്പുഴ പാൽപ്പായസമൊക്കെയാണ് ഓർമ്മ വരുന്നത്. ഒരു ട്രഡീഷണൽ ലുക്കിലുള്ള വീടും അതുപോലെ ഒക്കെ ആയിരുന്നു അവിടുത്തെ അമ്പലം. ഇതിനിടയിൽ കൂടി 2-3 തവണ ഈ വീഴുകയും ചെയ്തു. പക്ഷെ കുഴപ്പമില്ല, അവൻ കുഴപ്പമില്ലാതെ ഓടിയും ചടിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത് എന്ത് കുരുത്തക്കേട് ഒപ്പിക്കാന്നുള്ള ചിന്തയിലാണ് കുഞ്ഞ് നടക്കുന്നത്. അതിൽ നന്ദ ചേച്ചി ഉണ്ടായതുകൊണ്ട് കുഞ്ഞ് നല്ല കുട്ടിയായിട്ട് ചേച്ചിയുടെ കൈയും പിടിച്ച് നടന്ന്. ഇവിടെ നമ്മൾ ചെന്ന സമയത്ത് പാൽപ്പായസം ഒന്നും നടത്താൻ പറ്റിയില്ല. ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു, രാവിലെ ആയിരുന്നല്ലോ. ഉച്ചയ്ക്ക് നമ്മൾ തിരുവാരണക്കുളത്ത് നിന്ന് കഞ്ഞി കുടിച്ചത് കൊണ്ട് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ അമ്പലപ്പുഴയിൽ വന്നു, തൊഴുതു. അവിടുന്ന് നേരെ നമ്മൾ മണ്ണാർശാലയ്ക്കാണ് പോയത്. സത്യം പറയാലോ, മണ്ണാർശാലയിൽ രാവിലെ പോലും പോകാൻ എനിക്ക് പേടിയാണ്. എവിടെയാണ് ലവർ ഇരിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഞാനാണ് തറയിലെല്ലാം നോക്കിയാണ് നടക്കുന്നത്, പേടിച്ചിട്ടാ. അവർ നമ്മളൊന്നും ചെയ്യത്തില്ലെങ്കിലും ദൈവങ്ങളല്ലേ, പേടിപ്പിക്കുമല്ലോ. ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് കേട്ടോ. നമ്മളെല്ലാ ക്ഷേത്രത്തിൽ ചെന്നപ്പോഴും ക്ഷേത്രം തുറന്ന് ഭഗവാനെ എല്ലാം കാണാൻ പറ്റിയായിരുന്നു. അവിടുന്ന് നേരെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ മുരുകനെ കാണാനാണ് പോയത്. ഭയങ്കര ഭംഗിയായിരുന്നു. ഇവിടേക്ക് നമ്മൾ വന്ന് കയറിയപ്പോൾ തന്നെ നല്ല തണുത്ത കാറ്റും നല്ലൊരു എന്താ പറയുക, നല്ലൊരു അന്തരീക്ഷമായിരുന്നു. കുറച്ച് നേരത്തേക്ക് ഞങ്ങൾ യുവിയെ കണ്ടില്ല. അപ്പോൾ നോക്കിയപ്പോഴുണ്ട് ദോയെ ഓടിക്കളിക്കുന്നു. അവനെ പിടിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു ഞാൻ. കാരണം ചെറുക്കൻ നടന്നാൽ തന്നെ മറിഞ്ഞു വീഴും, അപ്പോൾ പിന്നെ ഓടിയാലോ. പക്ഷെ ഓട്ടത്തിനൊന്നും ഒരു കുറവുമില്ലായിരുന്നു കേട്ടോ. മറിഞ്ഞു വീഴും എഴുന്നേക്കും ഓടും, മറിഞ്ഞു വീഴും എഴുന്നേക്കും ഓടും. ഇത് തന്നെയായിരുന്നു അവസ്ഥ. നന്ദയാണെങ്കിൽ അവൻ്റെ പിറകെ ഓടി ഓടി കുഴഞ്ഞു, സത്യം പറഞ്ഞു. അവൾക്കൊരു കൂട്ടായിരുന്നു. അങ്ങനെ ശീവേലിയൊക്കെ കണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ ചെന്നിട്ട്. ഇവിടെ ഞങ്ങൾക്ക് കഞ്ഞി ഉണ്ടായിരുന്നു കുടിക്കാൻ വേണ്ടിയിട്ട്. നല്ല നല്ല കഞ്ഞിയായിരുന്നു. നമ്മൾ പോയ ക്ഷേത്രത്തിൽ നിന്നല്ല നമുക്ക് ഫുഡും കിട്ടിയിരുന്നു. എല്ലാ ക്ഷേത്രവും തുറന്ന് തൊഴാനും പറ്റി. ഞങ്ങളത് വീണ്ടും ചമ്മിപ്പോയി. കാരണം ഫോട്ടോ എന്ന് പറഞ്ഞ് പോസ് ചെയ്യുന്നതാണ് കേട്ടോ, വീഡിയോ ആയി പോകുന്നു. അവിടുന്ന് നമ്മൾ നേരെ അവസാനമായിട്ട് പോയത് ഓച്ചിറയിലാണ്. ഓച്ചിറയിൽ നമ്മൾ അല്ലാണ്ട് മാസം പോകുന്നുണ്ട്, നമുക്ക് നേർച്ച ഉണ്ടായതുകൊണ്ടായി. ഞാൻ ആദ്യമായിട്ടാണ് ഓച്ചിറ ഇങ്ങനെ കാണുന്നത്. കാരണം ഇത്രയും സ്ഥലം ഇവിടെ ഉണ്ടെന്ന് അറിയത്തില്ല. എപ്പോൾ വന്നാലും ഇവിടെ മൊത്തവും കച്ചവടക്കാരായിരിക്കും, അല്ലാണ്ട് ഇരിക്കുന്നവരും കാണും. മൈതാനത്ത് ഇത്രയും സ്ഥലമുണ്ടെന്ന് പോലും കണ്ടത് ഇന്നാണ്. കാരണം രാത്രി വന്നുകൊണ്ട് തന്നെ കച്ചവടക്കാരൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 11:30-12 മണി അടുപ്പിച്ച് വീട്ടിലേക്ക് എത്തുവാണ്. ഞങ്ങളുടെ അമ്പലത്തിലെല്ലാം പോയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസത്തെ ക്ഷേത്ര ദർശനം ഇതായിരുന്നു. എല്ലാവരെയും കണ്ടു, തൊഴുതു, സമാധാനമായി സന്തോഷമായി ഞങ്ങളുടെ യാത്ര ഇതോടുകൂടി അവസാനിക്കുന്നു. ടാറ്റാ, ബൈ ബൈ, സീ യു.